പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ വത്സലമക്കളായ സഹോദരി സഹോദരന്മാരെ, നമ്മൾ 2023 വർഷത്തോട് യാത്ര പറയുകയാണ്. വളരെയേറെ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നമുക്ക് നൽകി. നമ്മളുടെ ഭാഗത്തു നിന്ന് അവിശ്വസ്തകളും പരാജയങ്ങളും ഉണ്ടായി. ലാഭനഷ്ടങ്ങളുടെ ഒരു കണക്കുമായിട്ടാണ് ഈ 2023 ആണ്ട് നമ്മോട് ഇവിടെ പറയുന്നത്. വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ട് മറ്റൊരു വർഷം, പുതിയൊരു വർഷം 2024 കർത്താവ് നമുക്ക് നൽകുകയാണ്. പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ നന്മകൾ പ്രാപിക്കുവാനുള്ള അവസരങ്ങൾ, വിശുദ്ധിയിൽ വളരുവാനുള്ള പുതിയ സാഹചര്യങ്ങൾ, ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തയും പ്രകടിപ്പിക്കുവാനുള്ള നവനവങ്ങളായ അവസരങ്ങൾ, ഇതൊക്കെയാണ് പുതുവത്സരത്തിലായി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ചില തീരുമാനങ്ങൾ. ഞാൻ 1981 ബോംബെയിലായിരുന്നു. അന്ന് അവിടുന്ന് ഞങ്ങളുടെ ആശ്രമത്തിനടുത്ത് മട്ടുങ്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഡോൺ ബോസ്കോ ഓറട്ടറി ഉണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് നല്ല ചില സന്ദേശങ്ങളുമൊക്കെ ചെറിയ നോട്ടീസുകളിലായി, ചെറിയ കാർഡുകളിലായി അവർ പബ്ലിഷ് ചെയ്യുമായിരുന്നു. അത്തരത്തിലൊന്നാണ് അന്ന് കിട്ടിയ ഈ ഒരു ചെറിയ കാർഡ്, മഞ്ഞ കാർഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗുഡ് റെസൊല്യൂഷൻസ് ഫോർ ദ ന്യൂ ഇയർ എന്നാണ്. പുതുവത്സരത്തിലേക്കായി കുറച്ച് പ്രതിജ്ഞകൾ, 10 പ്രതിജ്ഞകളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 10 പ്രതിജ്ഞകളും പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ദൈവശാസ്ത്രമല്ല. പള്ളിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, കൂദാശ കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പല വിചാരമായി പോകാതെ നമ്മെ തന്നെ പിടിച്ചു നിർത്തുവാനുള്ള പരിശ്രമത്തിൻ്റെ ആവശ്യം, അതിന് സഹായകമായ കാര്യങ്ങൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മുട്ടുമടക്കി അല്ലെങ്കിൽ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനെ ആരാധിക്കണം. തിരിച്ചു പോയുമ്പോഴും അങ്ങനെ ചെയ്യണം. പ്രവേശിക്കുമ്പോൾ ഹനം വെള്ളം തൊട്ട് കുരിശ് വരയ്ക്കണം. എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് പരിചയമുള്ള ഒത്തിരി കാര്യങ്ങൾ, പലപ്പോഴും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വലിയൊരു ആത്മീയമായ ഉണർവ്, ആത്മീയമായ ഒരു പുതിയ ശക്തി നമുക്ക് കൈവരുന്നതായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങൾ 10 പ്രതിജ്ഞകളാണ് ഇവിടെ നമ്മോട് ആവശ്യപ്പെടുക. അത് ചെറുതായിട്ടൊന്ന് ഇവിടെ അവതരിപ്പിക്കാം. നവവത്സരത്തിലേക്ക് 10 പ്രതിജ്ഞകൾ. 1, കുർബാനയ്ക്ക് ഞാൻ ഒരിക്കലും വൈകിയെത്തുകയില്ല. പള്ളിയിൽ അല്പം നേരത്തെ എത്തി കുർബാനയ്ക്ക് ഒരു നിമിഷം ഒരുങ്ങുന്നത് നിരവധി അനുഗ്രഹങ്ങൾക്ക് ആയി നമ്മുടെ ആത്മാവിനെ തുറന്നു വയ്ക്കുവാൻ സഹായിക്കും. അപ്പോൾ കുർബാന തുടങ്ങുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ തുടങ്ങുന്നതിന് അല്പം മുൻപായിട്ട് ദേവാലയത്തിലെത്തും എന്നൊരു പ്രതിജ്ഞ തന്നെ നമുക്കുണ്ടാവണം. അത് വാസ്തവം നമ്മൾ വിചാരിച്ച് സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന, മുടങ്ങിപ്പോകുന്ന ഒന്നാണ്. കുർബാന തുടങ്ങുമ്പോൾ പള്ളിയിൽ വളരെ കുറച്ച് പേർ മാത്രം, ക്രമേണ ജനം വന്ന് കൂടി സുവിശേഷം വായിച്ചു കഴിഞ്ഞു, പ്രസംഗം കഴിയുമ്പോഴേക്കും കുറേയാകും. പക്ഷേ അപ്പോഴും കുർബാന സ്വീകരണം കഴിയുമ്പോഴേക്കും പോകാൻ തുടങ്ങും. ഇങ്ങനെ കുർബാനയ്ക്ക് മുഴുവൻ സമയം സംബന്ധിക്കുന്ന ഒരു ഉറച്ച മനസ്സോടെയുള്ള സാന്നിധ്യം പലപ്പോഴും ഇല്ലാതെയാണ് വരിക. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം, ഒരിക്കലും ഞാൻ കുർബാനയ്ക്ക്
സമയം തെറ്റി വൈകി എത്തുകയില്ല. കുർബാന തുടങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾ മുൻപ് ഞാൻ പള്ളിയിലെത്തും. അങ്ങനെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ കുർബാനയ്ക്കായി എൻ്റെ മനസ്സിനെ ഞാൻ ഒരുക്കും. അങ്ങനെ ഒരുങ്ങുന്നത് വഴി വളരെയധികം കുർബാനയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന്, മനസ്സ് തുറക്കുന്നതിന് അത് സഹായിക്കും. ഇനി രണ്ടാമത്തേത്, പള്ളിയിലെ അവസാനത്തെ നിരയിൽ ഒരു സീറ്റ് പിടിക്കുന്നത് കൊണ്ട് തൃപ്തരാകാതെ ഏറ്റവും മുൻപിലത്തെ നിരയിൽ തന്നെ സീറ്റ് പിടിക്കുവാൻ ഞാൻ താല്പര്യം കാണിക്കും. എനിക്കിഷ്ടപ്പെട്ട മറ്റു പരിപാടികൾക്കായി ഞാൻ പോകുമ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ ചെയ്യുന്നത്. ഏറ്റവും പുറകിൽ വന്നിരിക്കണം, വാതിൽക്ക് തന്നെ നിൽക്കണം, കഴിയുമ്പോൾ തന്നെ പുറത്ത് ചാടണം എന്നിങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം എങ്ങനെയോ ഭൂരിഭാഗം പേരും കടന്നുകൂടുന്നുണ്ട്. അതൊക്കെ മാറണം. പള്ളിയിലേക്ക് കർത്താവിൻ്റെ ബലിയാണ് ആവർത്തിക്കപ്പെടുന്നത്. ഞാൻ പരിപൂർണമായി സന്നിധനാകണമെങ്കിൽ ഏറ്റവും അടുത്തേക്ക് ചെല്ലുവാനുള്ള താല്പര്യം എനിക്കുണ്ടാവണം. അങ്ങനെ ഏറ്റവും അടുത്ത് ചെന്ന് എല്ലാ പ്രാർത്ഥനകളും കർമ്മങ്ങളും കാര്യങ്ങളുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് പങ്കെടുത്ത് അതിൽ നിന്നും പരിപൂർണമായ ഫലം എടുക്കുന്നതിന് സാധിക്കും. നമുക്കൊരു സിനിമ കാണാനാണെങ്കിൽ, നാടകം കാണാനാണെങ്കിൽ, മറ്റേതെങ്കിലും നല്ല ഇഷ്ടമുള്ള പരിപാടിക്കാണെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തേക്ക് ചെല്ലുവാനും ഏറ്റവും മുൻപിലേക്ക് കടന്നിരിക്കുവാനും സീറ്റ് പിടിക്കുവാനുമൊക്കെ നമ്മൾ ഉത്സാഹം കാണിക്കും. അതിനേക്കാൾ വലിയ ഉത്സാഹം നമ്മൾ കാണിക്കേണ്ടത് ഈ കുർബാന കണിയുമ്പോൾ ആണ്. അവിടെയാണ് നമ്മളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ നമുക്ക് ധാരാളമായി ലഭിക്കുവാൻ പോകുന്നത്. ഇനി മൂന്നാമത്തേതായിട്ട് പറയുന്നത്, കുർബാന സമയത്ത് എൻ്റെ മനസ്സിൽ പല വിചാരം കടന്നു വരാതെ ഭക്തി കൊണ്ട് നിറയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെറിയ കുർബാന പുസ്തകം, കൊന്ത, പ്രാർത്ഥന പുസ്തകം എന്നിവ കയ്യിൽ കരുതി വയ്ക്കണം. പള്ളിയിലേക്ക് പോകുമ്പോൾ, കുർബാനയ്ക്ക് പോകുമ്പോൾ വെറുതെ കൈ വീശി പോകുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. ആത്മീയമായി നമ്മൾ ഒരുക്കമാണ്, നമ്മൾക്ക് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് എന്നതിന് ബാഹ്യമായ അടയാളമാണ് കുർബാന പുസ്തകം. ആത്മായർക്ക് സംബന്ധിക്കുവാനുള്ള ചെറിയ പ്രാർത്ഥനകളൊക്കെ അടങ്ങിയ കുർബാന പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ കൊന്ത, മറ്റ് പ്രാർത്ഥന പുസ്തകങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രത്യേകമായി ഒരു നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്കും പ്രാർത്ഥനയിലേക്കും തിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളുടെ ഏകാഗ്രത നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. 4, തക്ക കാരണമില്ലാതെ പള്ളിയിൽ വച്ച് ഞാൻ സംസാരിക്കുകയില്ല. പള്ളിയിൽ ആയിരിക്കുന്ന സമയം കർത്താവിനോട് മാത്രമേ ഞാൻ സംസാരിക്കൂ. മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പള്ളിക്ക് പുറത്ത് എനിക്ക് ധാരാളം സമയമുണ്ടല്ലോ. പള്ളിയിൽ വന്നിരുന്നാൽ അല്പസമയം കിട്ടിയാലും, കുർബാന തുടങ്ങുന്നതിന് മുൻപോ കുർബാനയ്ക്ക് ശേഷമോ ഒക്കെ നമുക്ക് അല്പസമയം കിട്ടിയാൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുവാനല്ല, എന്നെ ദേവാലയത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ കർത്താവിനോട് സംസാരിക്കുവാൻ കിട്ടിയിരിക്കുന്ന അസുലഭമായ നിമിഷമാണത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കഴിഞ്ഞ പ്രാവശ്യം കുർബാനയ്ക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരാഴ്ചയായി കാണാം, അല്ലെങ്കിൽ ഏതാനും ദിവസം കഴിഞ്ഞ് കാണാം. അപ്പോൾ കർത്താവിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും കർത്താവിൻ്റെ ഉപദേശം സ്വീകരിക്കുവാനും ഒക്കെയുണ്ട്. അതിന് നമ്മൾ മനസ്സ് തുറന്ന് കർത്താവിനോട് സംസാരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം, ആത്മീയമായ നേട്ടം വളരെ വലുത് തന്നെയാണ്. ഇനി 5-ാമത്തേത്, സുവിശേഷ പ്രസംഗത്തെയോ പ്രസംഗ ശൈലിയെയോ കാർമ്മികനെയോ ഞാൻ വിമർശിക്കരുത്. വ്യക്തിപരമായ സന്ദേശങ്ങൾ എനിക്കായി കർത്താവ് നൽകുന്നത് ഈ പ്രസംഗത്തിലൂടെയാണ്. ഞാനത് ശ്രദ്ധയോടെ ശ്രവിക്കും, അതിൽ നിന്ന് ഞാൻ ഫലം കൊയ്യുകയും ചെയ്യും. എന്നോട് എൻ്റെ കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്ന സുവിശേഷ ഭാഗം, അത് വിശദമാക്കി തരുന്ന സുവിശേഷ പ്രസംഗം,
വളരെ പ്രധാനപ്പെട്ടതാണ്. കുർബാനയിൽ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതോടൊപ്പം തന്നെ അവിടുത്തെ വചനവും സ്വീകരിക്കുന്നു. വചനവും, അത് എഴുതപ്പെട്ട വചനവും മാംസം ധരിച്ച വചനവും, ഇത് രണ്ടുമാണ് കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത്. എഴുതപ്പെട്ട വചനം വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെയും സുവിശേഷ പ്രസംഗത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നു. മാംസം ധരിച്ച വചനം ദിവ്യകാരുണ്യമായി അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്നും അപ്രധാനമായിട്ട് തെളിക്കളയാനുള്ളതല്ല. രണ്ടും അതിൻ്റേതായ ഗൗരവത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത്രയ്ക്ക് നമ്മൾ ആത്മീയമായി ഉണർവ്, ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇനി 6, പ്രസംഗ സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥന പുസ്തകം മറിച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുകയോ കുട്ടികൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ഇല്ല. കുർബാനയ്ക്ക് വരുമ്പോൾ വളരെ എളുപ്പം നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കുവാനുള്ളൊരു വഴിയാണ്. ഒന്നുകിൽ കയ്യിലിരുന്ന് പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചിത്രം കണ്ടും മറ്റും ഇരിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ കളിപ്പിച്ചും ചിരിപ്പിച്ചും അവൻ്റെ വേദി കണ്ടുമൊക്കെ അവനെ പ്രോത്സാഹിപ്പിച്ചുമൊക്കെ ഇരിക്കുക. ഇതൊക്കെ കുർബാനയോടും നമ്മെ തിരുസന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയ കർത്താവിനോടും നമുക്ക് തീരെ താല്പര്യമില്ല എന്നതിൻ്റെ അടയാളമാണ്. അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ താല്പര്യത്തോടു കൂടി തന്നെ വരണം. താല്പര്യപൂർവ്വം എന്നെ വിളിച്ച കർത്താവിലേക്ക് തന്നെ ഞാൻ എൻ്റെ ശ്രദ്ധ തിരിച്ചു വിടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് ലഭിക്കുവാൻ സാധിക്കും. ഇനി പുരോഹിതനും ബലിപീഠം വിട്ട് പോകുന്നത് വരെ ഞാൻ ദേവാലയം വിട്ട് പോവുകയില്ല. അച്ഛൻ അവസാനത്തെ ആശീർവാദം നൽകി കഴിയുന്നതിന് മുമ്പേ തന്നെ പള്ളിക്ക് പുറത്തേക്ക് ചാടുന്ന ഒത്തിരി പേരെ കാണുവാൻ സാധിക്കും. വാസ്തവത്തിൽ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് വൈദികൻ ആൾത്താർ ചുംബിച്ച് വണക്കം കാണിച്ച് ആൾത്താരെ വിട്ട് സക്രിസ്റ്റിയിലേക്ക് പോകുന്നതുവരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതുമാത്രം പോരാ, വൈദികൻ വിരമിച്ചു കഴിഞ്ഞാലും അല്പസമയം കൂടെ അവിടെ ഇരുന്ന് ഈ കുർബാനയിലൂടെ നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾക്ക് കർത്താവിന് നന്ദി പറയുവാൻ നമ്മൾ ചെലവഴിക്കുകയും വേണം. അപ്പോഴാണ് ആ കുർബാനയിലെ ഭാഗഭാഗ്യത്വം പൂർണ്ണമായി തീരുന്നത്. ഇനി 8, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിലും ഞാൻ നിശബ്ദത പാലിക്കും. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യ ചിന്ത ഞാൻ നിലനിർത്തും. കുർബാന കഴിഞ്ഞാലുടനെ സംസാരവും ചിരിയും ബഹളവും ആകാതെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ആ ദൈവ സാന്നിധ്യ ചിന്ത ഞാൻ നിലനിർത്തും. ഇതിങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കുന്നതിന് പരിശ്രമിക്കണം. ഇനി 9, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ദിവ്യസക്രാരിയിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തെ മുട്ടുകുത്തിയോ ശിരസ് നമിച്ചോ ഭക്തി ആദരപൂർവം ഞാൻ ആരാധിക്കും. ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധ്യം വേണം. പരമപരിശുദ്ധനായ ദൈവം, മാലാഖന്മാരും വിശുദ്ധരും അനവരതം പരിശുദ്ധൻ 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 എന്ന് ഉറക്കി ഉദ്ഘോഷിച്ചുകൊണ്ട് ആരെ ആരാധിക്കുന്നുവോ ആ ദൈവം ഇതാ ഇവിടെ ഏറ്റവും നിസ്സാരമായ ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഒതുങ്ങിക്കൂടി നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. ആ കർത്താവിനെ ആരാധിക്കുന്നതിന് നമ്മൾ അങ്ങേയറ്റം ഉത്സാഹവും താല്പര്യവും കാണിക്കുന്നവരാകണം. അത് നമ്മൾ വേണ്ടത്ര ഉത്സാഹം കാണിക്കാതെ വന്നാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളരെ വലിയൊരു പരാജയമായി തീരുകയും ചെയ്യും. ഇനി 8, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേളയിലും ഞാൻ നിശബ്ദത പാലിക്കും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യ ചിന്ത ഞാൻ നിലനിർത്തും. സംസാരവും ചിരിയും കളിയും ആയിട്ട് സമയം കഴിയാതെ കർത്താവിലേക്ക് തിരിയുവാനും കർത്താവ് സാന്നിധ്യം അനുഭവിക്കുവാനും കർത്താവ് ദിവ്യ സാന്നിധ്യത്തിൻ്റെ മാധുര്യത്തിൽ ലയിച്ചു കഴിയുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഇനി
9. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ദിവ്യസക്രാരിയിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തെ മുട്ടുകുത്തിയോ ശിരസ് നമിച്ചോ ഭക്തിയാദരപൂർവ്വം ഞാൻ ആരാധിക്കും. അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മുട്ടുകുത്തി വണങ്ങുക, അല്ലെങ്കിൽ ശിരസ് നമിച്ച് ആരാധിക്കുക, ഇതൊക്കെ ഇന്ന് സഭ അംഗീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 രീതികളാണ്. ഏത് രീതിയായാലും ശരി, ഏറ്റവും പ്രധാനം മനസ്സിൻ്റെ ഭാവമാണ്. എന്നെ സ്നേഹിക്കുന്ന പരമപരിശുദ്ധനായ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ എന്നെ മുഴുവൻ സമർപ്പിക്കുന്നു. എൻ്റെ മുഴു ഹൃദയത്തോടുകൂടെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഇത് നമ്മളുടെ മുട്ടുകുത്തലിലോ അല്ലെങ്കിൽ ശിരസ് നമിക്കലിലോ ഒക്കെ പ്രകടമായിരിക്കണം. മനസ്സിൽ നിന്ന് അതൊരു പ്രകരണമായി നമ്മൾ കൂടെ ചേർക്കുകയും വേണം. ഇനി 10. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് നിഷ്ക്രമിക്കുമ്പോഴും വിശുദ്ധ ജലം, ഹന്നാൻ വെള്ളം തൊട്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞാൻ സ്വയം ആശീർവദിക്കും. അത് വാസ്തു എല്ലാ പൈശാചിക പ്രവണതകളെയും ദുഷ്ടശക്തികളെയും ദുസ്വാധീനങ്ങളെയും ഒക്കെ അകറ്റി നിർത്തുവാനുള്ള ഒരു വലിയ ഉപാധിയാണ് വിശുദ്ധ ജലം തൊട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുരിശ് വരച്ച് നമ്മത്തിനെ ആശീർവദിക്കുക. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ നമ്മത്തിനെ ഒരുക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ഇങ്ങനെ സാധാരണമായ 10 കാര്യങ്ങളാണ്, നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇവ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടവയാണ്. വളരെ എളുപ്പം നമ്മൾ മറന്നു പോകുന്നതുമാണ്, അവഗണിക്കുന്നതുമാണ്. അവഗണിച്ച് കളയാതെ പ്രാധാന്യം മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഉറച്ച തീരുമാനം നവവത്സരത്തിൻ്റെ ആരംഭത്തിൽ എടുക്കുന്നുവെങ്കിൽ, അത് ഈ വർഷം നമ്മൾ അത് പാലിക്കുന്നുവെങ്കിൽ, തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം അതുവഴി നമുക്കുണ്ടാകും. അതിനുള്ള പ്രത്യേകമായ കൃപ ഈ പുതുവർഷം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ. മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ